ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ പീഡിപ്പിച്ചു. പരാതിയുമായി യുവതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പാലക്കാട് സ്വദേശിനിയുടെ പീഡന ആരോപണം. ആർ.എസ്.എസ്. ബി.ജെ.പി. നേതാക്കളെ നേരിട്ട് കണ്ട് പരാതി ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും യുവതി പറയുന്നു. അതേസമയം സ്വത്ത് തർക്കത്തിന്റെ ഭാഗമായുള്ള പരാതിയാണ് ഇതെന്നാണ് ശ്രീ കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ലൈംഗിക അതിക്രമത്തിന് ഇരയായെന്ന് കാണിച്ച് യുവതി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ പുറത്തുവന്ന വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. നിലവിൽ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ DGPക്ക് നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. അന്വേഷണത്തിൽ CBIക്ക് വീഴ്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും കുറ്റവിമുക്തരാക്കിയത്. കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷയും റദ്ദാക്കി. CBI കോടതി വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഇവരെ ചികിത്സിച്ച അക്യൂപങ്ചർ ചികിത്സാ കേന്ദ്രത്തിനെതിരെ പരാതിയുമായി കുടുംബം രംഗത്ത്. അടുക്കത്ത് സ്വദേശിയായ ഹാജറയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ശരിയായ ചികിത്സ നൽകാതെ ഹാജറയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് കുറ്റ്യാടി KMC ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന അക്യൂപങ്ചർ ചികിത്സാ കേന്ദ്രമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ തുടർന്നുണ്ടായ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന വാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. സംഘർഷം തുടർന്നാൽ ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നാണ് ട്രംപിന്റെ വാദം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആക്ഷേപങ്ങൾ വളരെ ഗൗരവമേറിയതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തരം ഒരാൾ MLA സ്ഥാനത്ത് തുടരരുത്. ഇത് പൊതുസമൂഹം തന്നെ നിലപാടെടുത്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു നിലപാടല്ല വന്നിടത്തോളം കാണാനായിട്ടുള്ളത്. എത്ര കാലം പിടിച്ചു നിൽക്കുമെന്ന് തനിക്കറിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ADGP മുൻ എക്സൈസ് കമ്മീഷണറുമായ മഹിപാൽ യാദവ് അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ രാജസ്ഥാനിൽ വെച്ചായിരുന്നു അന്ത്യം. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കെയാണ് മരണം. ഈ മാസം 30-ന് തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് ഔദ്യോഗിക യാത്രയയപ്പ് നടത്താൻ നിശ്ചയിച്ചിരുന്നതാണ്. ജമ്മു കാശ്മീരിലെ വൈഷ്ണവാദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 32ആയി. കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച 3 മണിയോടെ മലമുകളിൽ നിന്നും പാറകളും കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതോടെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവെച്ചു. സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം ആഴ്ചയിൽ 5 ദിവസമായി കുറയ്ക്കാൻ സർക്കാർ ആലോചന. ഞായറാഴ്ചയ്ക്ക് പുറമെ ശനിയാഴ്ചയും അവധി നൽകാനാണ് ആലോചിക്കുന്നത്. ഇതിനു പകരം നിലവിലെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സർവീസ് സംഘടനകളുടെ യോഗം വിളിക്കും. ഓണാഘോഷം സ്കൂളിൽ വേണ്ടെന്നും ആഘോഷത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ അധ്യാപികയുടെ സന്ദേശം. എന്നാൽ ടീച്ചർ വ്യക്തിപരമായ അഭിപ്രായമാണ് അയച്ചതെന്നും സ്കൂളിന്റെ നിലപാടല്ല ഇതെന്നും സംഭവത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ വിശദീകരണം നൽകി. വിദ്വേഷ പരാമർശത്തിന് തൃശൂർ കടവല്ലൂർ സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കാം.